ഇസ്ലാമോഫോബിയ മാത്രമല്ല, ഇപ്പോൾ കേരളത്തിനെ കുറിച്ച് തന്നെ ഭയങ്കര ഭീകരവൽക്കരിക്കുന്ന രൂപത്തിലുള്ള അവതരണങ്ങൾ നമുക്ക്. ഇപ്പം മുമ്പ് മറ്റേ ആനയുടെ ഒരു സംഭവം ഉണ്ടായിരുന്നു, മറ്റേ മേനകാ ഗാന്ധിയുടെ ഒരു സംഭവം. പല സെലിബ്രിറ്റികളും അത് വലിയ സംഭവമാക്കി ഇട്ടു. അത് കേരളത്തിൽ നടന്നുകൊണ്ടാണ്, പ്രത്യേകിച്ചും മലപ്പുറത്ത് നടന്നു എന്നുള്ള രൂപത്തിലായിരുന്നു ഉണ്ടായത്. അത് വേറെ വിഷയം, അത് അങ്ങനെ പോട്ടെ. ഇതേപോലെ തന്നെ ഇപ്പോൾ ഈ അടുത്ത് കേരള സ്റ്റോറി 2 ഇറങ്ങി. അപ്പോൾ അത് ശരിക്ക് എനിക്ക് തോന്നുന്നു മലയാളികൾ ഒരു അർത്ഥത്തിൽ നമ്മൾ അഭിനന്ദിക്കണം. കാരണം പല മലയാളികളും അതിനെ വളരെ അവജ്ഞയോടുകൂടി തള്ളി. എത്രത്തോളം വെച്ചാൽ ട്രോളുകളൊക്കെ പൊറോട്ട ഇല്ലാതെ എവിടെയാണോ ബീഫ് കൊടുക്കുന്നതൊക്കെ പറഞ്ഞ് ട്രോളെന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ ഒരു രൂപത്തിലാണ് മലയാളികൾ അതിനെ ഏറ്റെടുത്തത്. പക്ഷെ എന്നാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഭീകരവൽക്കരിക്കാനുള്ള ശ്രമം ശരിക്കും കേരളത്തിനെ തൊടുമ്പോൾ, ഒരു കേരളം എന്ന് പറഞ്ഞ പ്രദേശത്തെ തൊടുമ്പോൾ, അതിൽ മുസ്ലിങ്ങൾ മാത്രമല്ലല്ലോ, ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുടെ മതമില്ലാത്തവരൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് ഇളകി വശമാവും. കാരണം അതിൽ നമ്മൾ പോലും വിമർശിക്കുന്ന പല ആളുകളും പല സന്ദർഭങ്ങളിലും അവർക്കെതിരെ വിമർശനം ഉണ്ടെങ്കിൽ എന്താ കേരളത്തെ എസൻസിന്റെ ഭാഗമായ ഒരാൾ പോലും അതില് ശരിക്കും ഇത് ഈ കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ടുള്ള ആ പ്രതികരണം ശരിക്കും ഒരു നല്ല ഒരു കേസ് സ്റ്റഡി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. കാരണം നമ്മളിങ്ങനെ പല വിഷയങ്ങളും അപരവൽക്കരണത്തെക്കുറിച്ച്, വെറുപ്പിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ ചില ആൾക്കാർ പറയും നിങ്ങൾ ഇങ്ങനെ കരയാണ് അല്ലെ, എന്താ കരച്ചത് നിർത്തിയില്ലേ എന്നൊക്കെയാണ് ചോദിക്കുക. അപ്പൊ എന്തിനാ നിങ്ങൾ കേരള സ്റ്റോറിക്ക് വേണ്ടി കരഞ്ഞു? നോർത്ത് ബീഫ് കഴിക്കുന്ന ആൾക്കാരല്ലേ, ആ ബീഫ് കഴിക്കുന്ന ആൾക്കാർ സ്വാഭാവികമായിട്ടും പല ആൾക്കാരും സിനിമ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം അല്ലേ, അതൊക്കെ അങ്ങനെ കാണിച്ചു വെച്ചിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇത് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ അതിന് ഉത്തരമുണ്ട് അല്ലെ. ശരിക്കും മലയാളികൾ എന്ന നിലക്ക് നമുക്ക് ഉത്തരമുണ്ട്. എന്താ കാരണം? അത് വളരെ കൃത്യമായി ഇപ്പൊ ഒരുപാട് തരത്തിൽ അതിനെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ മലയാളികൾ എന്ന നിലക്ക് ഇപ്പൊ നോർത്തിലൊക്കെ പോയാൽ നമ്മുടെ ജോലി, നമ്മുടെ താമസം, ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ സുരക്ഷ, ഇതിനൊക്കെ ബാധിക്കും തീർച്ചയായും. ഇവിടെ ഇപ്പം എന്താ ഉണ്ടായത്? കേരള സ്റ്റോറിയിൽ നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കുന്ന ഒരു പച്ചപ്പൊട്ടത്തരം കാണിച്ചു. ഓക്കെ, അത് കേരളത്തെക്കുറിച്ച് അങ്ങനെ ഒരു ഇമേജ് ഉണ്ടാക്കാനും അതുവഴി മലയാളികൾ ഹോസ്റ്റിലിറ്റി നേരിടേണ്ടുന്ന ഒരു അവസ്ഥ ഉണ്ടായേക്കാം. ഇതാണ് ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു രംഗമാണ് ഇത്രയും നമ്മളെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത്. അതായത് മലയാളികൾക്കെതിരെ, കേരളക്കാർക്കെതിരെ ഈ ഒരു രംഗം ഇങ്ങനെ ചിന്തിക്കാൻ കാരണമായെങ്കിലോ, അതുകൊണ്ട് മൊത്തം കേരളീയർക്കെതിരെ, മലയാളികൾക്കെതിരെ ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടായ, നമ്മുടെ ജോലി, നമ്മുടെ സുരക്ഷിതത്വം, ഇതൊക്കെ പ്രശ്നമായ എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇത് ഒരു 10 സെക്കൻഡ് രംഗം അല്ലെ, ഈ 10 സെക്കൻഡ് ആണെങ്കിൽ 10,000 മണിക്കൂറുകൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ മീഡിയകളിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ, സിനിമകളിലൂടെ മുസ്ലിങ്ങളെ അപരവൽക്കരിക്കുന്ന, ഇതിപ്പം മലയാളികളെ മൊത്തത്തിലാണ് അപരവൽക്കരിച്ചത്, മുസ്ലിങ്ങളെ അപരവൽക്കരിക്കുന്ന 10,000 മണിക്കൂറുകൾ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ 10,000 മണിക്കൂറുകൾ അത് ആളുകളിൽ ചിന്ത ഉണ്ടാക്കൂലേ, അപരവൽക്കരണം ഉണ്ടാക്കൂലേ? അപരവൽക്കരണം ഉണ്ടാക്കിയാൽ അത് മുസ്ലിങ്ങളുടെ സുരക്ഷയെ ബാധിക്കില്ലേ? അത് മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടാൻ കാരണമാവില്ലേ? മുസ്ലിങ്ങളുടെ ജോലിയെ അത് ബാധിക്കൂലേ? മുസ്ലിങ്ങളുടെ താമസത്തെ അത് ബാധിക്കൂലേ? ഇതെന്താ നമുക്ക് ചിന്തിക്കാൻ പറ്റും? അത് പറയുമ്പോൾ എന്താ അത് പിന്നെ സിനിമ, അത് സോഷ്യൽ മീഡിയ, അതൊക്കെ അഭിപ്രായ സ്വാതന്ത്ര്യം, അത് നിങ്ങളെ വലിയ കാര്യമാക്കണം, നിങ്ങളതിന് മറുപടി പറഞ്ഞാൽ പോരെ എന്നാണ് പല ആൾക്കാരും നമ്മളെ ഉപദേശിക്കുക. അത് നമ്മൾ ഇങ്ങനെ കരയേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ അതിനെ എതിർക്കേണ്ട കാര്യമില്ല. അത് നിങ്ങൾ മറുപടി പറഞ്ഞോ, അവർ പറയുന്നു, നിങ്ങൾ പറയുന്നു. ഇതെന്താ നമുക്ക് കേരള സ്റ്റോറിന്റെ വിഷയത്തിൽ നമുക്ക് ആലോചിക്കാൻ പറ്റാത്തത്? ഇത് വളരെ ഗൗരവത്തിൽ നമ്മൾ കേരള സ്റ്റോറി ആണെങ്കിലും ഇപ്പൊ ഇതിനു മുമ്പ് കേരള സാർ 100% ലിറ്ററസി സാർ എന്ന് പറയുന്ന ഒരു പ്രസ്താവന വന്നപ്പോഴേക്ക് നമ്മൾ കേരളം മൊത്തത്തിൽ ഇളകി, അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ ഇൻഫ്ലുവൻസേഴ്സും റിയാക്ഷൻ വീഡിയോസ് ഉണ്ടാക്കാൻ തുടങ്ങി. കാരണം ബിക്കോസ് നമുക്കറിയാം, നമ്മളെ പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഉൾക്കൊള്ളുന്ന ആ ഒരു മുഴുവൻ സൊസൈറ്റിനെ പറയുമ്പോൾ അത് ഇപ്പൊ നമുക്ക് ഇത്തരത്തിൽ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ഇമോഷണലി നമ്മൾ എത്രത്തോളം ടച്ച് ചെയ്യും എന്നുള്ളത് അറിയാം. ഇനി 2 ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന രീതിയിലേക്ക് അത് പരിവർത്തിക്കപ്പെടുന്നുവെങ്കിൽ എത്രമേൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഇപ്പോൾ ഇസ്ലാം വെറുപ്പ്, മുസ്ലിങ്ങൾ മൊത്തത്തിൽ എന്തോ ഒരു പ്രശ്നമാണെന്ന ഒരു വെറുപ്പും ഭീതിയും അത് എത്ര സ്ഥലങ്ങളിൽ മുസ്ലിങ്ങളുടെ ജീവിതം ദുസ്സഹാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ലളിതമായിട്ട് ആലോചിക്കുക, അഖ്ലാഖ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പറ്റി ആലോചിക്കുക, അല്ലെങ്കിൽ ജുനൈദിനെ പറ്റി ആലോചിക്കുക. അത് ഒന്നും ചെയ്യാത്ത മനുഷ്യന്മാരാണ് സഹോദരങ്ങളെ, ഒന്നും ചെയ്യാത്ത ആൾക്കാരാണ്. അപ്പം നമ്മളെ വീട്ടിൽ നമ്മൾ ഒരു മാംസം കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ എത്ര സിമ്പിൾ കാര്യമാണത്. നിങ്ങൾ രാവിലെ പോയിട്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പറഞ്ഞിട്ട് മീൻ വാങ്ങുന്നു, അല്ലെങ്കിൽ ഒരു ചിക്കൻ വാങ്ങുന്നു, ബീഫ് വാങ്ങുന്നു, മട്ടൻ വാങ്ങുന്നു. എന്തിനാണത് വാങ്ങുന്നത്? കഴിക്കാനാണ്. തന്നെയും തൻ്റെ മക്കളെയും തൻ്റെ കുടുംബത്തെയും ഊട്ടാൻ വേണ്ടിയിട്ടാണ് അത് വാങ്ങുന്നത്. അങ്ങനെ വന്ന് വാങ്ങി ആ ഭക്ഷണം കഴിക്കണമെന്ന് ആലോചിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ അത്തരത്തിലൊരു കുടുംബം, അല്ലെങ്കിൽ അത്തരത്തിൽ ചില മനുഷ്യന്മാർ, അവർ തങ്ങളുടെ ഭക്ഷണത്തിന് അവർക്ക് ആരോടും ഒരു വെറുപ്പുണ്ടായിട്ടല്ല, അവർ ഏതെങ്കിലും ആളുകളെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടല്ല അവർ തങ്ങളുടെ വീട്ടിലേക്ക് ഒരു മാംസം വാങ്ങുന്നത്. അത്തരത്തിലൊരു മനുഷ്യൻ, അത് സ്വാഭാവിക ജീവിതം നയിക്കുന്ന ഒരു മനുഷ്യൻ കുറേ ആളുകളാൽ തല്ലിക്കൊല്ലപ്പെടുന്നു. ഇമാജിൻ ചെയ്യൂ,
നമ്മളെ വീട്ടിലത്തെ ഒരാളെ പറ്റി ആലോചിക്കുന്നു. ഇപ്പൊ നിങ്ങൾ കേരളക്കാരാണ്, ഉദാഹരണത്തിന് ഇത്തരത്തിൽ ബീഫിനെ പറ്റി ഭയങ്കരമായിട്ട് ന്യൂസ് നോർത്ത് ഇന്ത്യ പ്രചരിച്ചു. അപ്പോൾ നിങ്ങളുടെ ഫ്ലാറ്റ് മാത്രമേ അവിടെ ഉള്ളൂ, ഒരു 100 കണക്കിന് കുടുംബങ്ങൾ ജീവിക്കുന്ന സ്ഥലമാണ്. അവിടെ കേരള സ്റ്റോറിന്റെ ട്രെയിലർ റിലീസ്ഡ് ആവുകയാണ്. ആ കേരള സ്റ്റോറിന്റെ ട്രെയിലർ കണ്ടിട്ട് ഒരുപാട് ആളുകൾ മനസ്സിലാക്കുകയാണ്, യെസ്, കേരളത്തിൽ ഒരുപാട് ആളുകൾ ബീഫ് മറ്റുള്ളവരെ നിർബന്ധിച്ച് കഴിപ്പിക്കുന്നതാണ്. ബീഫ് നിർബന്ധിച്ച് കഴിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവർ ഞങ്ങൾക്കെതിരാണ്. അപ്പം ഞങ്ങളൊക്കെ ഒരു ശത്രുപക്ഷത്ത് കാണുന്ന ആളുകളാണ്. ഈ ഫ്ലാറ്റിലെ ഇന്നയാൾ കേരളക്കാരനാണ്, നിങ്ങളെ പേര് എന്തോ ആയിക്കോട്ടെ, ഫ്രാൻസ് ആയിക്കോട്ടെ, രവി ആയിക്കോട്ടെ, ഇനി ഏതെങ്കിലും അഹമ്മദ് ആയിക്കോട്ടെ, ഏത് പേരോ ആയിക്കോട്ടെ, നിങ്ങൾ കേരളക്കാരനാണ് സിംപ്ലി, അതിന് മുസ്ലിം പേരല്ല എന്ന് വിചാരിച്ചോ. നിങ്ങൾ ആ ഫ്ലാറ്റിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിലേക്ക് അവർ ഇരച്ച് കയറി വരികയാണ്. അവർ ചോദിക്കുകയാണ്, നിങ്ങളുടെ വീട്ടിൽ ബീഫില്ലേ, ഞങ്ങൾ ആരെങ്കിലും നിർബന്ധിച്ച് കഴിപ്പിക്കാൻ വേണ്ടി ബീഫ് നിങ്ങളുടെ വീട്ടിൽ ഫ്രിഡ്ജിൽ ഇരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. നിങ്ങൾ ഫ്രിഡ്ജ് കൊണ്ട് അവർ ഏതെങ്കിലും മാംസം കാണാണ്, അതിന് ബീഫ് ആയിക്കോട്ടെ, ബീഫ് അല്ലാതെ ഇരുന്നോട്ടെ, ഏതെങ്കിലും മാംസം കാണാണ്. ആ മാംസം കാണുമ്പോഴേക്ക് നിങ്ങളുടെ വീട്ടിലെ ഗൃഹനാഥനെ, 40, 50, 60 വയസ്സുള്ള ഗൃഹനാഥനെ അവർ ആ കുടുംബത്തിന് മുമ്പിട്ട് തല്ലിക്കൊല്ലുകയാണെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം? ഇനി അത് ബീഫ് തന്നെ ആയിക്കോട്ടെ, അവിടെ ബീഫ് നിരോധിതമായിട്ടുള്ള സ്ഥലമാണ്, ബീഫ് തന്നെ ആയിക്കോട്ടെ. അഖ്ലാഖിന്റെ വിഷയത്തിലൊക്കെ വളരെ പ്രധാനമായിട്ട് വന്ന ന്യൂസ് പറഞ്ഞാൽ അത് ബീഫ് ആയിരുന്നില്ല, അത് ബീഫ് തന്നെയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? അങ്ങനെ ഉറപ്പുണ്ടെങ്കിലല്ലേ പോയിട്ട് അത് ചെയ്യാൻ പറ്റുള്ളൂ. ബീഫാണെങ്കിൽ ചെയ്യാൻ പറ്റുമോ? ബീഫാണെന്ന് ഉറപ്പുണ്ടെന്ന് വിചാരിച്ചോ അങ്ങനെ പോയിട്ട് ഒരാളെ കൊല്ലാൻ പറ്റുമോ? അല്ലെങ്കിൽ അതിന്റെ പേരിൽ അത്തരത്തിൽ ക്രൂരപ്രവർത്തനം ചെയ്യാൻ പറ്റും? ഇനി ബീഫ് തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ വീട്ടിൽ ബീഫെന്ന് വിചാരിച്ചു, നാട്ടിൽ നിന്ന് വന്നപ്പോൾ നിങ്ങൾ ബീഫ് അത്ര ആഗ്രഹമായതുകൊണ്ട് ബീഫ് കുറച്ച് കൊണ്ടുവന്ന് വിചാരിച്ചോ. അങ്ങനത്തെ ഒരു ബീഫ് നിങ്ങളെ വീട്ടിൽ കണ്ടു എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ വീട്ടിലെ ഗൃഹനാഥനെ അത്തരത്തിൽ ഒരാൾ വന്ന് കൊല്ലുന്നത് നിങ്ങൾക്ക് ഓക്കെ ആണോ? നിങ്ങൾക്ക് അത് ഓക്കെ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? അങ്ങനത്തെ എത്ര സാഹചര്യങ്ങൾ ഇത് നോർത്ത് ഇന്ത്യയിൽ മാത്രമല്ല, കേരളത്തിൽ പോലും ഇപ്പോൾ ഏറ്റവും അടുത്ത് പാലക്കാട് ഉണ്ടായിട്ടുള്ള ആ ബംഗ്ലാദേശിയെ എന്ന് വെച്ചിട്ട് ഒരു അന്യസംസ്ഥാന തൊഴിലാളിയെ കൊന്നു. എന്താ കാരണം? ബംഗ്ലാദേശിയാണ്. ബംഗ്ലാദേശി എന്ന് പറയുമ്പോൾ തന്നെ ഉണ്ടാകുന്ന കുറേ സ്റ്റിഗ്മകൾ അങ്ങനെ കയറി വരും. ബംഗ്ലാദേശി ആണെങ്കിൽ കള്ളനായിരിക്കും, കള്ളനാണെങ്കിൽ അയാൾ എന്തായാലും തല്ലിക്കൊല്ലപ്പെടേണ്ട ഒരു മനുഷ്യനാണ്. ആ മനുഷ്യനെ തല്ലിക്കൊന്നു കേരളത്തിൽ. ഇനി കേരളത്തിൽ തന്നെ ഇപ്പോൾ പല സ്ഥലങ്ങളും, ഈവൻ ഏറ്റവും കൂടുതൽ വികസനമുള്ള നഗരമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന എറണാകുളവും കൊച്ചി അടക്കമുള്ള സ്ഥലങ്ങളിൽ പോലും എത്ര അധികം റിപ്പോർട്ടുകൾ വന്നു, മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകൾക്ക് വീട് കൊടുക്കുന്നില്ല, ഫ്ലാറ്റ് കൊടുക്കുന്നില്ല. അത് താമസിക്കാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളെപ്പോലൊരു ജീവിതം നയിക്കുന്ന മനുഷ്യൻ, നിങ്ങളെപ്പോലെ സാധാരണ ജീവിതം നയിക്കുന്ന മനുഷ്യൻ, നമ്മൾ വ്യത്യാസമുള്ള ആരാധനാകർമ്മങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ ഒരു പരിധി വരെ ധാർമ്മിക മൂല്യങ്ങൾ ഒരേപോലെ ഷെയർ ചെയ്യുന്ന ആളുകളാണ്. അതിൽ വളരെ ചെറിയ ധാർമ്മിക മൂല്യങ്ങളിൽ വ്യത്യാസങ്ങളുണ്ടാവും, അതേപോലെ തന്നെ ആരാധനാകർമ്മങ്ങൾ വ്യത്യാസം ഉണ്ടാവും. ഏത് മതസ്ഥരും തമ്മിലുള്ള വ്യത്യാസങ്ങളിൽ ഇതുപോലെ തന്നെ ഈ നാട്ടിൽ വളർന്ന് ജനിച്ച് ജീവിക്കുന്ന മനുഷ്യർ, ആ മനുഷ്യർ ഒരു പ്രത്യേക സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അവർക്ക് അവിടെ റൂം കിട്ടുന്നില്ല, താമസ സ്ഥലം കിട്ടുന്നില്ല. എന്തുകൊണ്ട്? അവരുടെ പേര് ഇതായതുകൊണ്ടോ, അല്ലെങ്കിൽ അവരുടെ സമുദായം ഇതായതുകൊണ്ടോ? അവിടെയാണ് ഇസ്ലാം ഫോബി എത്രത്തോളം ഡേഞ്ചർ ആയിട്ടാണ് ഒരു സമുദായത്തിൻ്റെ ജീവിതത്തെ ബാധിക്കുന്നത് എന്നുള്ളത്. ലിറ്ററലി ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ, ഇപ്പോൾ ഇന്ത്യയിലേക്ക് ഒരു മൊത്തം ടൂർ പോകുമ്പോൾ പോലും ലിറ്ററലി ഞങ്ങളടക്കമുള്ള ആളുകൾ ഓരോ സ്ഥലത്തും പോയി പെരുമാറുന്നത് അത്ര സൂക്ഷ്മതയോടെയാണ്. ഇത് സത്യമാണ്. കാരണം ഇപ്പോൾ എൻ്റെ അനിയൻ പഠിക്കുന്നത് നോർത്ത് ഇന്ത്യയിലാണ്. അപ്പോൾ അവനെ അങ്ങോട്ട് പറഞ്ഞയക്കുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, നമ്മൾ സാധാരണ ഇപ്പോൾ പല സ്ഥലത്തും പോകുമ്പോൾ ബീഫൊക്കെ ഇതാക്കി കൊടുക്കും. പക്ഷേ ഇത് ഒരു ദിവസം അവനെ അത് കൊണ്ടുപോയപ്പോൾ ഞങ്ങളവന് ചീത്ത പറയത്. അപ്പോൾ ഇത് നമ്മളുടെ ജീവിതത്തിൽ, ഇപ്പോൾ നമ്മൾ സാങ്കല്പികമായി പറയുന്ന ഒരു സാധനമല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അനിയന്മാരെ, നമ്മുടെ കുടുംബക്കാരെ ഒരു സ്ഥലത്തേക്ക് പറഞ്ഞയക്കുമ്പോൾ പോലും അവരുടെ എന്ത് കഴിക്കണം, എന്ത് കഴിക്കരുത് എന്ന് പറയേണ്ട രൂപത്തിലേക്ക് അവസ്ഥകൾ മാറാണ്, സാഹചര്യങ്ങൾ മാറാണ്. അത് ഭയങ്കര ഒരു ഭീകരാവസ്ഥ തന്നെയല്ലേ ഇത്. ഇപ്പം മറ്റുള്ള ആളുകൾ, ഇപ്പോൾ ഈ ഇസ്ലാമോഫോബിയ പരത്തുന്ന ആളുകൾ, ഇവർക്ക് ശരിക്കും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇതേപോലെ ഒരു അവസ്ഥ ഇവർക്ക് വരുമ്പോഴാണല്ലോ, ഇപ്പോൾ കേരള സ്റ്റോറി ഇറങ്ങിയപ്പോഴാണല്ലോ ഇവർക്ക് പൊള്ളിയത്. ഇതേ പൊള്ളൽ മുസ്ലിങ്ങൾക്കും അനുഭവിക്കുന്നുണ്ട് എന്നറിയാനുള്ള ഒരു മിനിമം കോമൺ സെൻസും ആ ഒരു മനസ്സെങ്കിലും. ഇതിൽ ഒരുപാട് ടൂളുകൾ ശരിക്കും ഇതിലേക്ക് ടൂളായി മാറുന്ന പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, ഒരു ജനറലൈസേഷൻ. ഇപ്പം പിന്നെ വൈറ്റ് കോളർ ടെററിസം ഒരു വളരെ ലിബറലായി മാധ്യമ പ്രവർത്തനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതൊരു ഭയങ്കര സംഭവമായിട്ട് അത് യഥാർത്ഥത്തിൽ അവിടെ എന്താ സംഭവിക്കുന്നത്? വൈറ്റ് കോളർ ടെററിസം എന്ന് പറയുന്ന ഒരു ടേം കോയിൻ ചെയ്ത് അതിലൂടെ ഒരു ഭീതി ഉണ്ടാക്കുന്നതിലൂടെ ഏതൊരു മുസ്ലിം അങ്ങനെ ആവാം. അതായത് ആളുകളാണ് പറയുന്നത്. അപ്പം ഒരു വിദ്യാഭ്യാസമോ ഒന്നും അവിടെ ഫാക്ടർ അല്ല. അത് നിങ്ങളുടെ കൂടെ, അതിൽ പ്രത്യേകം അതിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ പഠിക്കുന്നവരായിരിക്കാം, അത് ചിലപ്പം മതചിഹ്നങ്ങൾ അവർക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്ന് വെച്ചാൽ എന്ത് ചെയ്താലും കാര്യമില്ല, മുസ്ലിം ആണെങ്കിൽ അത് ഒരു അല്ലെങ്കിൽ സംശയത്തോടെ നോക്കിക്കൊള്ളണം എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് ഈ പറഞ്ഞ ബാലൻസിങ്. ഇസ്ലാമോഫോബിയയിൽ ഏറ്റവും നന്നായി നടക്കുന്ന ഒരു കാര്യം, ഈ ബീഫിൻ്റെ കാര്യം പറയുമ്പോൾ നേരെ ചില ആൾക്കാർ ബീഫാകട്ടെ
പിന്നെ പന്നിയാകട്ടെ. പന്നിയിറച്ചി ആകട്ടെ എന്നൊക്കെ അങ്ങനെ പറയും. ഇവിടെ ഏതെങ്കിലും ഒരു ലോകത്ത് ലോകത്ത് കേരളത്തിലോ ഇന്ത്യയിലൊന്നും വേണ്ട ഒരു മുസ്ലിം മറ്റൊരാള് പന്നിയിറച്ചി കഴിച്ചതിനെ തള്ളിക്കൊന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും അടിച്ചതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്. ഇവിടെ യഥാർത്ഥത്തിൽ ഇതിനെ എങ്ങനെയാണ് സമീകരിക്കുന്നത്? ഇവിടെ ഒരു വിഭാഗം പറയുന്നത് ഞങ്ങൾക്ക് ബീഫ് പിന്നെ കഴിക്കാൻ പറ്റില്ല, അല്ല പശുമാംസം കഴിക്കാൻ പറ്റില്ല, അതുകൊണ്ട് നിങ്ങളും കഴിക്കരുത് എന്നുള്ളതാണ്. മറുഭാഗത്ത് മുസ്ലിങ്ങൾ പറയുന്നത് ഞങ്ങൾക്കിത് ഹറാമാണ് അതുകൊണ്ട് ഞങ്ങൾ കഴിക്കുന്നില്ല, നിങ്ങൾ എന്താ ചെയ്തട്ടെ. അത് വേറെ വ്യത്യാസമുണ്ട്. ഇവർക്കിത് പവിത്രമാണ്, മറ്റവർക്ക് ഇത് മാലിന്യാണ്. മുസ്ലിങ്ങൾക്ക് ഇത് മാലിന്യാണ്. കള്ള് ഹറാമാണ്, അതുപോലെ പന്നിയിറച്ചി ഹറാമാണ്. നിങ്ങൾ കള്ളു കുടിക്കേ പന്നിയിറച്ചി എന്തോട്ട് ചെയ്തോട്ടെ. പവിത്രമായി കണ്ട് പന്നിയെ അത്തരത്തിൽ ബഹുമാനിക്കുകയോ പവിത്രമായി ദൈവികമായിട്ട് കാണുകയോ ചെയ്യുന്ന മനുഷ്യരല്ല. ഇതടക്കം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയൊരു പിന്നെ ഒരു പ്രയാസം എന്ന് പറയുന്നത്. അപ്പൊ എനിവേ ഇത് ഈ ഒരു ബാലൻസിങ് പലപ്പോഴും നമ്മൾ കാണും. ബീഫ് ഫെസ്റ്റ് നടത്തുകയാണെങ്കിൽ എന്തായാലും പോർക്ക് ഫെസ്റ്റും കൂടി നടത്തണം, എന്നാലേ ബാലൻസ് ആണല്ലോ. അതൊക്കെ നടത്തിക്കോട്ടെ, എന്ത് പ്രശ്നം, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇത് ഈ ആൾക്കാരെ അവിടെ പോലും ഇത് എന്താ അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ തൂക്കൊപ്പിച്ചിട്ടേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അവിടെ വരുന്നത്. രണ്ടും എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഈ കേരള സ്റ്റോറിക്കെതിരെയൊക്കെ പ്രതിഷേധിച്ച ഒരു നാസ്തികനായ വ്യക്തി, യഥാർത്ഥത്തിൽ പിന്നെ ഈ രാജസ്ഥാനിലൊരു മുസ്ലിമിനെ പച്ചക്ക് പിന്നെ കത്തിച്ചു കൊന്നപ്പോൾ അയാൾ പറഞ്ഞത് മുസ്ലിംകൾ മനുഷ്യരായാൽ പ്രശ്നം പരിഹരിക്കാന്നായിരുന്നു. മുസ്ലിംകൾ മനുഷ്യരായാൽ പ്രശ്നം പരിഹരിക്കാന്ന് പറഞ്ഞ ആളാണ് ഇപ്പോൾ കേരള സ്റ്റോറിക്കെതിരെ. ഒന്ന് ആലോചിക്കുക, മലയാളികൾ മനുഷ്യരായാൽ പ്രശ്നം പരിഹരിക്കാന്ന് ഒരു നോർത്ത് ഇന്ത്യക്കാരൻ ട്വീറ്റ് ചെയ്താൽ അതെ, അതെന്നുവെച്ചാൽ അവർ പറയാ എന്താ മനുഷ്യനാവുക എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷണൽ ഇതാണ്, അല്ലെങ്കിൽ ഓക്കെ അവരുടെ പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ ഒരു ദേശീയ ബോധം ഉണ്ടാവലാണ്. അപ്പൊ മലയാളികൾക്ക് ദേശീയ ബോധം ഇല്ല, അതുകൊണ്ട് മലയാളികൾ മനുഷ്യരായാൽ പ്രശ്നം പരിഹരിക്കാൻ ദേശീയ ബോധം ഉണ്ടാവാൻ വേണ്ടി പറയണമെന്നൊക്കെ വേണമെങ്കിൽ ന്യായീകരിക്കാം. അതേപോലെ മുസ്ലിങ്ങൾ മനുഷ്യരായാൽ പ്രശ്നം പരിഹരിക്കുക എന്ന് പറയുന്ന ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ ഒരു ഇളക്കം തോന്നുന്നുണ്ടെങ്കിൽ ഓക്കെ, ആ ഇളക്കം നല്ലതാണ്. പക്ഷേ അതേ കാര്യം ഇപ്പുറത്തേക്കും കൂടി, ആ യുക്തി കൂടി ഇപ്പുറത്തേക്കും കൂടി ഒന്ന് ആലോചിക്കണം എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടത്.